നൗഫലിനെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ച ശവന്തൂക്കികൾ ഇപ്പോൾ ഇരവാദവുമായി ഇറങ്ങിയിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ ഒരു വാർത്ത നോക്കണേ. നോക്കിയേ, നൗഫലിനെതിരെ സൈബർ ആക്രമണമാണത്രേ. ഏത് നൗഫൽ? ടൗൺഷിപ്പിലെ വാട്ടർ പോണ്ടിംഗ് പരിശോധനയുടെ ഭാഗമായി മാർക്ക് ചെയ്ത വരയെ കാട്ടി വിള്ളൽ എന്ന് പ്രചരിപ്പിച്ച അതേ നൗഫലിനെ ഉടനടി രാഷ്ട്രീയ നേട്ടത്തിന് വെച്ച് ഇരയുടെ പരിവേഷം കെട്ടി കേരളത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പച്ച നുണ പറയിച്ച വ്യക്തിക്കെതിരെ ഈ സമൂഹം മിണ്ടരുത്. അതാണ് ഇവരുടെ ഒരു തന്ത്രം. നിങ്ങൾ മുന്നേ ചട്ടി മറിയ എന്നൊരു സ്ത്രീയെ ഓർമ്മയില്ലേ? ക്ഷേമ പെൻഷൻ മുടങ്ങി. എങ്ങനെ? GST എന്ന ഒരു നികുതി കൊണ്ടുവന്ന് ഒരു രാജ്യം ഒറ്റ നികുതി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം കേന്ദ്രം അടിച്ചുകൊണ്ട് പോയപ്പോൾ പൊടുന്നനെയുണ്ടായ പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങി. അങ്ങനെ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ചട്ടിമറിയെ പൊക്കിക്കൊണ്ടുവന്ന് മനോരമയും മീഡിയ വണ്ണും ഏഷ്യാനെറ്റും അടങ്ങുന്ന പ്രമുഖ സംഘം അന്ന് ഇരവാദവുമായി ചട്ടി കൊടുത്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവരെ കൊണ്ട് പിച്ചയെടുപ്പിച്ചു. തിരിച്ചാരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ വയോധികയ്ക്കെതിരെ സൈബർ ആക്രമണം. ആ ഒരു വാർത്താ മെനയൽ തന്ത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. അതെ, നൗഫലിനെതിരെ ഈ സമൂഹത്തിൽ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. ചില വിഷമങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യർ, കാര്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അധിക്ഷേപിക്കാൻ ശവന്തൂക്കികൾക്കൊപ്പം പോയി നിന്ന് ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് പലരും പല വൈകാരികതയിലാണ് എടുക്കുന്നത്. മനുഷ്യർ പലതരമാണ്. എല്ലാവരും എല്ലാ വിഷയത്തിലും പക്വതയോടുകൂടി പെരുമാറണമെന്നില്ല. ചിലർ വികാരത്തിന് പെട്ടെന്ന് അടിമപ്പെടും. കാര്യം അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നൗഫൽ എന്ന ആ ഇരയുടെ പരിവേഷത്തിൽ നിർത്തി ടൗൺഷിപ്പിനെ ഒന്നടങ്കം അധിക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മൗത്ത് പീസ് ആക്കിയപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു ഇരയായിരുന്നു. ആ ഇരയെ വെച്ച് വാർത്താ ആഘോഷ കച്ചവടമെല്ലാം നടത്തി അയാളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു താരമാക്കി ടൗൺഷിപ്പിനെ മുഴുവൻ മോശമാക്കാൻ പരിശ്രമിച്ചവർ അയാളെ വെള്ളപൂശാൻ എടുക്കുന്ന വഴി നോക്കിയേ. അതെ, നൗഫൽ ദുരന്തബാധിതനാണ്. അതിൽ 16ഓളം പേരെ നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ആ മനുഷ്യൻ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയാണോ? അന്തസ്സുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇനി ആ ടൗൺഷിപ്പിൽ എനിക്ക് വീട് വേണ്ട, എന്നെ സഹായിക്കാൻ കോൺഗ്രസും മീഡിയ വണ്ണും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്, ലീഗുണ്ട്, അവർ നിർമ്മിച്ചു നൽകുന്ന നല്ല വീട് കിട്ടും, അത് കിട്ടിയാൽ മതി, എൻ്റെ പൈസ ഇങ്ങ് തന്നാൽ ഞാൻ പൊയ്ക്കോളാമെന്ന് പറയുന്നതിൽ ഇതിനേക്കാൾ അഭിമാനവും അന്തസ്സും ഉണ്ട്. പക്ഷേ സഹായിക്കുന്നവരോടൊപ്പം നിന്ന് അവർ തരുന്നതെല്ലാം കൈപ്പറ്റിയതിന് ശേഷം, അതൊന്നും ഔദാര്യമല്ല, ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ഈ നാട്ടിലെ സർക്കാർ സംവിധാനം ജനങ്ങളിൽ നിന്നുൾപ്പെടെ കളക്ട് ചെയ്ത പണത്തിന്റെ ഒരു വിഹിതം കൊടുക്കുമ്പോൾ അത് മുടങ്ങാതെ കിട്ടി വാങ്ങി വച്ചതിന് ശേഷം ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഈ നാട്ടിൽ പിരിവെടുത്ത് പറ്റിച്ച ശവന്തൂക്കികൾക്കൊപ്പം ശബ്ദമായി മാറിയാൽ വിമർശനം ഉന്നയിക്കത്തില്ലേ? മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ തരം വികാരമാണോ? ഇനി മീഡിയ വൺ സ്ഥാപനത്തിനകത്തിരിക്കുന്ന മൗദൂദികൾ ഇക്കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തും അവിടെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യുന്നത് പോലെ മാത്രമേ സമൂഹം പെരുമാറാവൂ എന്നൊന്നും കരുതരുത്. പല മനുഷ്യർക്കും പലതരം ഇമോഷൻസ് ആണ്. അവർ പ്രതികരിക്കുന്നത് ചിലപ്പോൾ പരിധി വിട്ടു പോകും. എല്ലാ മനുഷ്യരും എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ് അല്ല. കേരളത്തിലെ ചില മാപ്രകൾ മാത്രമാണ് അക്കാര്യത്തിൽ കംപ്ലീറ്റ് മാൻ, തെറ്റുപറ്റാത്ത മനുഷ്യർ. അവരൊഴിച്ച് ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിൽ ഇതൊക്കെ പിഴവുകൾ ഉണ്ടാകാം. കാര്യം പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. പ്രവർത്തിക്കാത്ത കുറെ മാപ്രകളോടും ശവദൂക്കികളോടൊപ്പം ചേർന്ന് നിന്ന് ഒരു സംവിധാനത്തെ ഒന്നടങ്കം ഈ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാൻ ഇറങ്ങിയാൽ വിമർശിക്കുമെന്ന്. അതിൽ ഇരയുടെ പരിവേഷം കൊടുത്ത് അയാളെ വെള്ളപൂശാൻ നിൽക്കണ്ട. അയാളെ സുഡാപ്പി എന്ന് ചിലർ വിളിച്ചു എന്ന് പറയുന്നു. ഒരാളെ മറ്റൊരാൾ സുഡാപ്പി എന്ന് വിളിച്ചുകൊണ്ട് അയാൾ സുഡാപ്പിയായി മാറില്ലല്ലോ. പക്ഷേ അയാൾ ചെയ്ത പ്രവർത്തനം ഒരിക്കലും ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഉള്ളിലെ രാഷ്ട്രീയം വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തിയ ആ മനുഷ്യനെതിരെ ചിലരെങ്കിലും പ്രതികരിച്ചത് അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായി മാത്രം കണ്ടാൽ മതി. ഞങ്ങൾ കൊണ്ടുവരുന്ന ഇരകൾക്കെതിരെ സംസാരിക്കരുത്, ഞങ്ങൾ അവരെ വെച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടും, ഞങ്ങൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാർക്കിടയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഒളിച്ചു കടത്തുമെന്നൊക്കെ മീഡിയ വണ്ണും കോൺഗ്രസ്സുകാരും കരുതുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ വാലായി തരുന്ന മനുഷ്യൻ തിരിച്ചുള്ള പ്രതികരണങ്ങൾ കൂടി കേൾക്കേണ്ടി വരും. അതിലൊരു സംശയവുമില്ല. ബന്ധപ്പെട്ടവർ അതിനെ സംബന്ധിച്ച് ഇതുവരെ അപക്വമായിട്ടുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ രാഷ്ട്രീയം മറച്ചു വെച്ച് നൗഫൽ ചെയ്ത നീതീകരിക്കാൻ പറ്റാത്ത വാചകങ്ങൾ അത് സമൂഹത്തിന്റെ മുന്നിൽ ഓഡിറ്റ് ചെയ്യപ്പെടും. അതിലിവിടെ ഒരു മാപ്രകളും
തുള്ളേണ്ടതില്ല. നിങ്ങളുടെ സൈബർ അറ്റാക്ക് മോങ്ങലെടുത്ത് പുറത്തിട്ടാൽ അത് നിൽക്കാനും പോകുന്നില്ല. ആ വിമർശനങ്ങൾ കേട്ടിട്ടെങ്കിലും ദുരിതബാധിതനായിട്ടുള്ള നൗഫലിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം. ഇവർ പറയുന്ന കുത്തിത്തിരിപ്പും ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും ഇവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി മെനയുന്ന ചില കഥകൾക്ക് നിങ്ങൾ നാവായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ വിമർശനം കേൾക്കാനും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇരവാദ കാടിറക്കി നൗഫലിനെ വെള്ളപൂശാമെന്നൊന്നും ആര് കരുതണ്ട. നൗഫൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു. ആ രാഷ്ട്രീയ താല്പര്യത്തിന് ചിലപ്പോൾ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന പൊതുജനത്തിന്റെ മറുപടി കേൾക്കേണ്ടതായിട്ട് വരും. ഒരു സംശയവും വേണ്ട. അതിന് കാരണക്കാരൻ സ്വയം വരുത്തി വെച്ച വിനയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തന്നെ. അതുകൊണ്ട് ആ ഇരവാദക്കാട് മീഡിയ കൊണ്ട് അങ്ങ് കൈ വെച്ചാൽ മതി.